الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ശുദ്ധ ഖുർആനിലെ ചാപ്റ്റർ നമ്പർ 57 57-ാമത്തെ അധ്യായം 57-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ഒരുപക്ഷെ ഇവിടെയുള്ള നിങ്ങൾക്കൊന്നും വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് ഏകദേശം 57-ാം സൂറത്തുൽ ഹദീദ് ഒന്നും അങ്ങനെ ഒരു പഠനമൊന്നും ആരും നടത്താൻ സാധ്യതയില്ല. എന്നാൽ ചിലരൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടാവും. ഈ ആയത്ത് ചിലരൊക്കെ പഠിച്ചിട്ടുള്ളവര് ഈ ആയത്ത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഈ ആയത്തിന്റെ വിശദമായ ഒരു മീനിങ്ങിലേക്കും കടക്കാനില്ല. ജസ്റ്റ് ഇതൊന്ന് ബേസിക് ഒന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ഇന്ന് ചെയ്യുക. ബാക്കിയുള്ളത് വിശദ സമയത്ത് നമുക്ക് പറയാം. ഇതിൽ ഓതുന്നത് യഅലമു അന്നമൽ ഹയാത്തു ദുനിയ. നിങ്ങൾ അറിയാം. അലം എന്ന് പറഞ്ഞാൽ അറിയാം. അന്നമൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവിന്റെ, നമ്മൾ ദുനിയാവിനെ പറ്റി, ഈ ലൈഫിനെ പറ്റി ഏറ്റവും ശ്രദ്ധേയമായ ആയത്തുള്ളത് സൂറത്തുൽ മുൽക്കിലാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവിന്റെ പറ്റി, ദുനിയാവിന്റെ ജീവിതത്തെ പറ്റി വർണ്ണിക്കുന്ന മറ്റൊരു ആയത്താണിത്. അലമു, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അറിയുക. അന്നമൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവിലെ ജീവിതം ഉണ്ടല്ലോ. അപ്പം എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ആലോചിക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ ലൈഫ്. ചിലരൊക്കെ അത് ആലോചിക്കും, ചിലർക്ക് അതൊന്നും ആലോചിക്കാൻ പോലും സമയം കിട്ടൂല. എൻ്റെ ജീവിതം എന്തിന് എന്നൊരു ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് അലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅബും വലഹ്വും വൽസീന. അപ്പൊ ഇവിടെ പറയുന്ന മൂന്ന് കാര്യമാണ്. ഈ ജീവിതം എന്ന് പറഞ്ഞാല് കുറെ കളി, അല്ലേ, കുറെ തമാശ, കുറെ പ്രകടനങ്ങൾ. ബാക്കിയുള്ള സീനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ പ്രകടനം നടത്തുക, കുറെ ഷോ ആണ്, അല്ലെ? നിങ്ങൾ ആലോചിച്ചോ, അള്ളാഹ് പറയണത് എന്തുമാത്രം സത്യമാണ്. കുറെ കളിയാണിത്. ഇതൊരു തമാശയായിട്ട്, ഒരു കളിയായിട്ട്, കുറച്ച് പൊങ്ങച്ച പ്രകടനം, അല്ലെ? വതഫാഖുറും ബൈനക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെ? നിങ്ങൾ ആലോചിച്ചോക്ക്, വീടുണ്ടാക്കണ ആലോചിച്ചോക്ക്. നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ കേരളത്തിലൊക്കെ, വേറുള്ളിടത്തൊക്കെ അങ്ങനെയാണെന്ന് അറിയില്ല. കേരളത്തിലൊക്കെ ഇത് കൂടുതൽ ഉണ്ടാവുക. നമ്മളൊരു വീടുണ്ടാക്കി, ഇപ്പുറത്തൊരു വീടുണ്ടാക്കി, അല്ലെ? ഇപ്പുറത്തെ വീട്ടുകാർ മതിൽ കെട്ടിയിട്ടില്ല, അപ്പുറത്തെ വീട്ടുകാർ മതിൽ കെട്ടിന്. അപ്പൊ ആ മതിൽ കെട്ടിയത് എങ്ങനെ നോക്കും? അതിനേക്കാളും നന്നാക്കാൻ ഇവര് നോക്കും. അതിനേക്കാളും നല്ല മതിൽ ഇവിടെ, അല്ലെ? അപ്പൊ ആയിരിക്കും അപ്പുറത്തെ വീട്ടുകാർ അവിടെ വേറൊന്നും ഉണ്ടാക്കുക. അപ്പം ഇവര് അതിനേക്കാളും നല്ലത്. അങ്ങനെ അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് അവിടെ ഒരു വണ്ടി വാങ്ങി, അതിനേക്കാൾ നല്ല വണ്ടി ഇവിടെ വാങ്ങും. അങ്ങനെ ഒരു പരസ്പരമുള്ള പൊങ്ങച്ച പ്രകടനം. തഫാഖുറും ബൈനക്കും, സീനത്ത്, ലഹ്വ്, ലഅബ്. ലഅബ് എന്ന് പറഞ്ഞാല് കളി, അല്ലെ? തമാശയാണ്. തമാശയും കളിയും കുറെ പൊങ്ങച്ചം കാണിക്കലും ജാട കാണിക്കലും, ഇതൊക്കെയാണ് ജീവിതം, അല്ലെ? ജീവിതം അള്ളാഹ് പറയാണ്. പിന്നെ പറയാണ് ഈ തഫാഖുർ എന്നുള്ള സമ്പത്തിലുള്ള പെരുമ നടിക്കൽ. വത്തക്കാസുറും ഫിൽ അംവാൽ. അംവാല്, മാല് എന്ന് പറഞ്ഞാൽ സമ്പത്തിലുള്ള പെരുമ നടിക്കല്, അല്ലെ? പിന്നെ ഔലാദ്, മക്കള്. എന്റെ മോൻ അങ്ങനെയാണ്, അല്ലെ? നമ്മള് പറയില്ല, ചിലരൊക്കെ പരസ്പരം സംസാരിക്കുമ്പോൾ പറയും എന്റെ മകൻ ഇത്രയാണ്, ഓൻ നന്നായിട്ട് പഠിക്കുക, അങ്ങനെയാണ്. മക്കളെ പൊക്കി പറയാൻ മാതാപിതാക്കൾക്ക് ചാൻസ് കിട്ടിയാൽ അവരത് മുതലാക്കും, അല്ലെ? അപ്പൊ അത് പറയാണ്. പരസ്പരം സമ്പത്തിലുള്ള, സന്താനങ്ങളിലുള്ള ഒക്കെയുള്ള പൊങ്ങച്ച പ്രകടനങ്ങളുടെ ഒരു 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 ഇതാണ് ഒരു ജീവിതം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മക്കളെ പറയാം, മാതാപിതാക്കൾ എപ്പോഴും പറയും എന്റെ മൂത്ത മോൻ അവിടെയാണ്, അല്ലെ? മൂത്ത മോൻ സൗദിയിലാണ്, അവൻ MBBS പഠിക്കുകയാണ്. ഇതൊക്കെ ഒരു ജാട, അല്ലെ? അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഞാൻ അത്ര എന്റെ അവിടെ അങ്ങനെ ഉണ്ട്, ഇങ്ങനെയാണ്, ഞാനൊരു മഹാസംഭവമാണ്. ഇതാണ് എല്ലാവർക്കും പറയാനുള്ളത്. എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക്, ഞാനൊരു മഹാസംഭവമാണ്, അല്ലെ? സീനത്ത്, ലഹ്വ്, കളി, തമാശ, ഇതൊക്കെയാണ് ജീവിതം. ഇതൊക്കെയാണ് ജീവിതം. എന്നിട്ട് പറയാണ് ഈ ജീവിതം
എങ്ങനെയെന്ന് വെച്ചാല് ഒരു ഏഹ്, കമസലി ഗൈസിൻ അഅജബൽ കുഫാറു നബാതുഹു. ഇത് ഇതിങ്ങനെ ഇതിനെ പറയുന്നത് ഒരു മഴ പോലെയാണെന്നാണ്. ഏഹ്. ഇതിന് ഒരു എക്സാമ്പിൾ ഇവിടെ പറയാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. അപ്പൊ നമ്മള് മഴ പെയ്യുമ്പോ നിങ്ങള് കൃഷിയൊന്നും പലപ്പോഴും നിങ്ങളറിയില്ല. ആഹ് കൃഷിക്കാരൊക്കെ എപ്പോഴും മഴ പ്രതീക്ഷിക്കും. ഒരു മഴ കിട്ടുക എന്നുള്ളത് ഏതൊരു കൃഷിക്കാർക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ മഴ വരുന്ന കാണുമ്പോൾ നല്ല മഴ കിട്ടി. അവരും മഴ പ്രതീക്ഷിക്കും. കൃഷിയൊക്കെ വിളവ് എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങളറിയോ 6 മാസമൊക്കെ കാത്തിരുന്ന് ആ കൃഷി വിളവെടുപ്പിന് വേണ്ടി കാത്തിരിക്കണ ഒരു അവസ്ഥ. ഒരു കൃഷിക്കാരന്റെ മനസ്സ് അതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാണ്. നമ്മള് മേലെ അള്ളാഹു പറയാണ് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ മക്കളിലും സമ്പത്തിലും ഇതിലൊക്കെ ഒരു ജാടയും തമാശയും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. എന്നിട്ട് ഇത് ഒരു എക്സാമ്പിൾ പിന്നെ ചില ഉപമകളിലൂടെ അള്ളാഹു കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പൊ ഒരു ഒരു എക്സാമ്പിൾ പറയാണ്. എന്താ എക്സാമ്പിള്? ഒരു മഴ പോലെയാണ്. ആ മഴ കൃഷിക്കാരെ സന്തോഷഭരിതരാക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഉണങ്ങിപ്പോവും. അല്ലേ? അത് പിന്നെ ഒന്നിനും പറ്റാതെ നുരുമ്പിച്ച് ഒരവസ്ഥയിലേക്ക് ആ കൃഷിയിടം ഒക്കെ മാറിപ്പോവുകയും ചെയ്യും. ഇതുപോലെയാണ്. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാല് അത്രയേ ഉള്ളൂ. വളരെ നിസ്സാരമായ ഒരു ചെറിയ ഡ്യൂറേഷനിലേ നമുക്ക് ഈ ജീവിതമുള്ളൂ. എന്നിട്ട് പറയാണ് വഫിൽ ആഖിറതി അദാബുൻ ശദീദും വമഗ്ഫിറത്തും മിനല്ലാഹി വറിളുവാൻ. ല്ലേ? ഈ പരലോകത്തില് കഠിന ശിക്ഷയുണ്ട്, മഗ്ഫിറത്തുണ്ട്, അള്ളാഹിന്റെ തൃപ്തിയുണ്ട്. എല്ലാം അതില് പറയുന്നുണ്ട്. പാപമോചനമുണ്ട്. ല്ലേ? ശിക്ഷയുണ്ട്. ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോ എന്നിട്ട് പറയുന്ന ഇത് പറയാനപ്പോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് വരുന്നേ. ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്. 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാ. ആ 2 കാര്യം ഏതൊക്കെയാണ്? ഒന്ന് പറയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാല് അത് കുറെ തമാശ, കുറെ കളി, കുറെ പിന്നെ പൊങ്ങച്ച പ്രകടനങ്ങൾ, കുറെ ജാട, മക്കളെ പറഞ്ഞ വലിയ സംഭവം അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് ജീവിതം. ആ ജീവിതം ഏതുപോലെയാണ്? ഒരു കൃഷിക്കാരന് മഴ കിട്ടിയാൽ അവന്റെ കൃഷി വളർന്ന് വലുതായി ആ കൃഷി എന്തായി പോവാണ്? അവിടെ അത് നശിച്ചു പോവും. ഒരു ഒരു കൊല്ലം തുടങ്ങണതിന്റെ ഒരു കൊല്ലം ഇയറിന്റെ തുടക്കത്തിൽ ഒരാൾ കൃഷി ഇറക്കുകയാണ്. അടുത്ത വർഷം വിളവെടുപ്പ് കഴിഞ്ഞ ആ വയലിൽ പോയി നോക്കിയാൽ ആ വയലിൽ ആകെ ഒന്നുമില്ല, ഒക്കെ പോയി, ഒക്കെ കഴിഞ്ഞു. അത് ടൈമിൽ വന്ന് വിളവെടുത്ത് അത് കഴിഞ്ഞ് അത് നശിച്ചു. അത്രേ ഉള്ളൂ. അതുപോലെ പെട്ടെന്ന് തുടങ്ങി ഒരു കൃഷിയുടെ ഒരു പ്ലോട്ടില് കൃഷി ഉണ്ടായി, അത് വളർന്ന് വലുതായി, അത് നശിച്ചു പോകുന്ന പോലെ അത്രയുള്ള ഒരു ടെമ്പററി ഒരു പ്ലേസ് ആണ് ഈ ഭൂമി. ഇതൊരു വലിയ റിയാലിറ്റിയാണ്. ഇത് മനസ്സിലാക്കി എടുക്കണം. ഒന്നുകൂടെ പറയാം. ഒരു ഒരു പ്ലോട്ട് വിചാരിക്കുക. ഒരു വയല്, ഒരു കൃഷിയിടം. ആ കൃഷിയിടത്തില് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാം. നമ്മളിപ്പോ എന്തും ആവാം. നെല്ലാവാം, വാഴക്കൃഷിയാവാം. എന്താ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ആ കൃഷി വെക്കുന്ന ഒരു സമയം ആലോചിക്കുക. മഴ വരുന്ന ആലോചിക്കുക. അ ആ പ്ലോട്ട് കൃഷി ചെയ്യുന്നതിന്റെ മുമ്പുള്ള ഒരു അവസ്ഥ ആലോചിക്കുക. പിന്നെ അത് കൃഷിക്ക് ശേഷം വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ ആ കൃഷിയിടം പഴയപടിയാവുകയാണ്. എന്ന പോലെ ഇത് ഭൂമി, ഇവിടെ കുറെ മനുഷ്യന്മാര് വരണ്, കുറെ ആള് ജീവിക്കണ്, അവര് പിന്നെ മരിച്ചു പോണ്. അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് സിമ്പിൾ ആണ്. ഇത് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് പ്രധാനമായ ഒരു കാര്യം പറയാം. എന്നിട്ട് പരലോകത്തെ പറ്റി പറയാം. ഫിൽ ആഖിറതി, അവിടെ ആവട്ടെ കഠിനമായ ശിക്ഷയുണ്ട് ഒരു ഭാഗത്ത്. അള്ളാഹു മഗ്ഫിറത്തുണ്ട്, അള്ളാഹു അവിടെ പുറത്തു കൊടുക്കും. മിനല്ലാഹി വറിളുവാൻ, അള്ളാഹിന്റെ തൃപ്തി നേടലുണ്ട്. ഇതൊക്കെ ഉണ്ട് അവിടെ. ഏഹ് എന്നിട്ട് പറയാണ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇല്ലാ മതാഉൽ ഗുറൂർ എന്ന് വെച്ചാല് ഈ ജീവിതം എന്ന് പറഞ്ഞാല് ഇതൊരു ട്രാപ്പാണ്. ഇതൊരു ഇതൊരു ചതിച്ചരക്കാണെന്നാ ഖുർആൻ പറഞ്ഞത്. ഇതൊരു ചതിയാ ശരിക്കും. മനുഷ്യന്മാരെ വഴി തെറ്റിക്കാൻ, മനുഷ്യന്മാരെ കുടുക്കാനുള്ള ട്രാപ്പും കൂടിയാണ് ഈ ജീവിതം എന്ന് പറയാം. അപ്പൊ നമ്മള് ഈ ദുനിയാവിന്റെ ഈ ഒരു രസങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇവിടെ നിന്നാല് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തൂല. ഒരു യാത്രക്കാരൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര പോവാണ്. അയാൾക്ക് ഇന്ന ടൈമിന് അവിടെ എത്തേണ്ടതുണ്ട്. അപ്പൊ ആ യാത്രാ മധ്യം ഇങ്ങനെ പലതും കണ്ടുകൊണ്ടിരിക്കും. ആ ടൈമിന് അവിടെ എത്തില്ല. ഇപ്പൊ ഇന്റർവ്യൂവിന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ രാവിലെ 10 മണിക്ക് ഷാർപ്പിന് അവിടെ എത്തണം. 10 മണിക്കാണ് ഇന്റർവ്യൂ. അല്ലെ?
അല്ലെ വേണ്ട ജോലിക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ പോകണം. അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കൂ. ആ ടൈമിന് അവിടെ എത്തണം. അല്ലെ ട്രെയിനിന് പോകാം, അല്ലെ ഫ്ലൈറ്റിന് ഇന്ന ടൈമിന് അവിടെ എത്തണം. ആ പോണ വഴിക്കല് ഫ്ലൈറ്റ് ഇത്ര ടൈമിന് അത് എടുക്കുമെന്ന് നമുക്കറിയാം. അതിന്റെ ഇത്രയും മുമ്പ് നമ്മൾ അവിടെ എയർപോർട്ടിൽ എത്തണമെന്നും അറിയാം. പക്ഷെ നമ്മൾ പോണ വഴിക്കല് കണ്ട കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് അവിടെ നിന്നാൽ നമ്മൾക്കാണ് അത് യഥാർത്ഥത്തിൽ നഷ്ടം വരാൻ പോകുന്നത്. നമ്മുടെ യാത്ര മുടങ്ങും. അപ്പോ നമ്മുടെ പരലോകത്തേക്കുള്ള ഈ യാത്ര മധ്യയുള്ള ഈ ദുനിയാവിന്റെ ഇവിടുത്തെ രസങ്ങളും ഇവിടുത്തെ ചിരിയും ഇവിടുത്തെ തമാശയും ഇതിലോട്ട് മുഴുകി കഴിഞ്ഞാല് നമ്മൾ പെട്ടുപോകും. ഇതാണ് ഈ ആയത്തിന്റെ കണ്ടന്റ്. ഈ ദുനിയാവിന്റെ ഈ രസങ്ങളും ഇവിടെ തമാശ ഉണ്ട്, പൊങ്ങച്ച പ്രകടനങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നടക്കട്ടെ, അതിന്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷെ അതിലോട്ട് മുഴുകാൻ തുടങ്ങിയാല് സമ്പത്തിലും ഈ സന്താനങ്ങളിൽ പെരുമ നടിക്കലും പിന്നെ ഈ ദുനിയാവിന്റെ ഈ ഒരു വശീകരണത്തിലേക്ക് നമ്മളോട് പോയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതങ്ങോട്ട് ഊരിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ ഈ ട്രാപ്പിൽ പെടുകയും അങ്ങനെ ദുനിയാവിന് വേണ്ടി ജീവിക്കുകയും അവസാനം നമുക്ക് പരലോകം നഷ്ടപ്പെടുകയും ചെയ്യും. ഇതൊരു ചതിച്ചരക്കാണ്, ഇതൊരു ട്രാപ്പാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവെ ഈ ദുനിയാവില് നിന്നെ ഓർത്തുകൊണ്ട് നിന്റെ ദീനിനെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ഭൗതികതയിലും നമ്മൾ ജീവിക്കുമ്പോൾ നിന്റെ ദീനിനെ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അള്ളാഹുവെ. അള്ളാഹുവെ ഈമാൻ നിലനിർത്തി തരണേ അല്ലാ. രാവിലെയും വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രാവിലെ മുഅ്മിനാവും, രാവിലെ മുസ്ലിമാവും, വൈകുന്നേരം കാഫിറാവും. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മാറി രാവിലെയും വൈകുന്നേരവും രാത്രിയൊക്കെ ഈമാൻ നിലനിൽക്കുന്ന ഒരവസ്ഥയിൽ, വിശ്വാസം നിലനിൽക്കുന്ന ഒരവസ്ഥയിൽ അള്ളാഹു ഈ കാര്യങ്ങൾ എത്തിച്ചേരണേ അല്ല. കണ്ണുകൊണ്ട് തെറ്റായ കാഴ്ചകൾ കാണിക്കല്ലേ അല്ല. കാതുകൊണ്ട് തെറ്റായ കേൾവി കേൾപ്പിക്കല്ലേ അല്ല. അള്ളാഹുവെ ഇബ്ലീസിന്റെ എല്ലാ തരത്തിലുള്ള വശീകരണത്തിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ല. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله.